ഹായ് ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴി കളക്ഷന് വിവിധതരം കോഴികളുണ്ട്. ഇത് ഇന്നത്തെ ഫുഡാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കോഴിക്കുള്ള ഫുഡ് കൊടുക്കുന്നത്, തയ്യാറാക്കുന്നത്, ഏതൊക്കെ ഫുഡുകളാണ് അതിനകത്ത് ചേർക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഫീഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ കൂട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ പരിപാടിയൊക്കെ നിലച്ചൊന്നും പോയിട്ടില്ല. നമ്മുടെ കോഴി കളക്ഷനും കോഴി വളർത്തലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളപ്പൂവനാണ്. ഇത് നമ്മുടെ കൊക്കേപ്പാണ്ടി വലിയ പൂവനാണ്. ഇത് അതിൻ്റെ കൂടെയുള്ള വേറൊരു പൂവനാണ്. അപ്പോൾ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കൊത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൊത്ത് ഉള്ള കോഴികളെ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇവനെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇവന്മാരെ അങ്ങ് ഇറക്കി വിട്ടേക്കും ഈ കോഴി. അപ്പോൾ ഇവന്മാരെ കണക്ട് ചെയ്ത് നിർത്തിക്കോളും. ഒരു ടെക്നിക്കിലാണ് ഞാൻ കോഴിനെ അയച്ചു വിടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാത്തിനും അയച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 12 മണിയാകുമ്പോഴാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്ന ഫുഡിനകത്ത് പലതരം വെജിറ്റബിൾ ലീവ്സാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചീരയിലയുണ്ട്, പച്ചച്ചീരയുണ്ട്, വെള്ളച്ചീരയുണ്ട്, പിന്നെ നമ്മുടെ കറിച്ചീരയുണ്ട്, മുരിങ്ങയില, ചേമ്പില, കപ്പയില, അതുപോലെ തഴുതാമയില. ഇത്രയും ഇലകളാണ് 5, 3, 8 കൂട്ടം ഇലകളാണ് ഞാൻ എല്ലാ ദിവസവും ഒരു 100 ഗ്രാം വീതം അരിഞ്ഞ് ചേർക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് അവൈലബിൾ ആയിട്ടുള്ള ചീരകളും ഇലകളുമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ തേടി പോകേണ്ടതോ അല്ലെങ്കിൽ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് ഈ ഇലകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 12 മണിക്കാണ് രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കുന്നു. പിന്നെ 5 മണിയാകുമ്പോഴത്തേനും ബാക്കിയുള്ള നമ്മുടെ ചെറിയ കോഴിനെല്ലാം കൂടെ അയച്ചു വിട്ട് ഒന്ന് റിലാക്സ് ആക്കി ഒരു 6 മണിയാകുമ്പോഴത്തേനും ബാക്കി ഗ്രോവർ ഫുഡും കൂടെ കൊടുത്താണ് നമ്മൾ വീട്ടിനകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഴിക്കടയിൽ ചെന്ന് മേടിക്കുന്ന കോഴിക്ക് അവരാകെ കൊടുക്കുന്നത് പറഞ്ഞത് ഈ ഗ്രോവർ ഫുഡാണ്. അതോ ഇച്ചിരി വല്ലതുമാണ് കൊടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ കടയിൽ ചെന്ന് മേടിക്കുന്ന ഗ്രോവർ കോഴിക്ക്, അതായത് വളവളാന്നിരിക്കുന്ന ബ്രോയിലർ കോഴി, അതിന് വലിയ രുചിയൊന്നുമില്ല. അത് ഇതിൻ്റെ സ്കിന്ന് മുഴുവൻ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് കോഴിക്കടയിൽ നിന്ന് കിട്ടുന്നത്. ഈ കോഴിയുടെ ഇറച്ചിയുടെ രുചി എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിലാണ്. അത് വളർത്തുന്ന ബ്രോയിലർ കോഴി 3 മാസം കൊണ്ട് ആണ് ഈ 3 കിലോ വളരുന്നത്. അപ്പോൾ അതിന് എത്രമാത്രം അതിൽ മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട്, എന്ത് തീറ്റയാണ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കിച്ചോണ്ടാണ്. അപ്പം നമ്മുടെ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ നല്ല വീട്ടുമുറ്റത്ത് കണ്ടില്ലേ, നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ അഴിച്ചു വിടുകയാണ്. അഴിച്ചു വിട്ട് ആണ് ഇതിനെ വളർത്തുന്നത്. അപ്പം നല്ല സ്വതന്ത്രമായിട്ട് ഈ പറമ്പിക്കൂടെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് അമ്മമാർ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ ഈ പിടക്കോഴികൾ കണ്ടില്ലേ, 3 എണ്ണം ഉണ്ട്. അത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യത്തെ ബാച്ചിൽ രണ്ടാം തവണ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിടക്കോഴികളാണ്. ഇപ്പം നമ്മുടെ 5 കോഴി നമ്മൾ സെയിലായിട്ടുണ്ട്. അത് നല്ല വില തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. വില ഞാൻ പറയുന്നില്ല, നല്ല വില കിട്ടി, വലിയ സന്തോഷമാണ്. അപ്പോൾ ബാക്കി കോഴികൾ ഇടത്തരമുണ്ട്. അതെല്ലാം മുട്ടയിടാൻ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ കൂട്ടിനകത്തുള്ള നമ്മുടെ ഇടത്തരം കോഴികളെല്ലാം മുട്ടയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ദിവസം ഇപ്പോൾ 5 മുട്ട കിട്ടുന്നുണ്ട്. ബാക്കി ചെറിയ കോഴികളും കൂടെ മുട്ടയിട്ട് വരുമ്പോഴത്തേനും ഒരു 10 മുട്ട ഡെയിലി കിട്ടും. 10 മുട്ടയ്ക്കെന്ന് പറയുമ്പോൾ തന്നെ ഒരു മുട്ടയ്ക്ക് ഇപ്പോൾ 10 രൂപയാണ് നാടൻ കോഴിയുടെ മുട്ട. അപ്പോൾ എത്ര രൂപയായി? 100 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഗ്രോവർ ഫുഡ് ആണ് കൊടുക്കുന്നത്, ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുതിർത്തല്ല കൊടുക്കുന്നത്, എല്ലാം തന്നെ ഡ്രൈ ആയിട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. കാരണം വെള്ളം ആവശ്യത്തിന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് വെള്ളം എടുത്ത് അവർക്ക് ആവശ്യമുള്ള വെള്ളം കഴിച്ചോളൂ. നമ്മൾ കുതിർത്ത് കൊടുക്കുമ്പോൾ മഴക്കാലത്ത് ഭക്ഷണം തന്നെ നനഞ്ഞ ഭക്ഷണമായിരിക്കും. അപ്പോൾ നനഞ്ഞ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനകത്ത് പൂപ്പൽ ബാധ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭക്ഷണ കാര്യത്തിനൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിവതും നനവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അതുപോലെ ലീവ്സ്, ഇലകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കോഴികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ നല്ല ആക്റ്റീവാണ്, ജിൽജിൽതാണ് നിൽക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നാടൻ കോഴിനെ മേടിച്ച് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഈ നാടൻ കോഴിനെ വീടുകളിൽ മേടിക്കാൻ മടിക്കുന്നത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ പറ്റിയത്,
മൈക്രോ ആയിട്ടുള്ള ജീവിതമാണല്ലോ. മിക്ക വീടുകൾക്കും സ്ഥലപരിമിതികളുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ കളയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ കോഴിനെ മേടിച്ച് കഴിഞ്ഞാൽ ഈ ബ്രോയിലർ കോഴി എന്ന് പറയുമ്പം 2 കിലോ കോഴി കടയിൽ ചെന്ന് നമ്മൾ പറഞ്ഞ ഉടനെ ബംഗാളി കഴുത്ത് കണ്ടിട്ട് ബക്കറ്റിലേക്ക് ഇട്ട് പടപടപടപടപടാന്ന് എനിക്ക് ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് വിഷമം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബ്രോയിലർ കോഴിനെ കഴിക്കാറില്ല. അങ്ങനെയാണ് അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് മൊത്തം കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്ന് മൊത്തം കളയുമ്പം കോഴിയുടെ സ്കിന്നിനുള്ളിലാണ് അതിൻ്റെ നെയ്യും രുചിയൊക്കെ കൂടുതൽ ഉള്ളത്. അപ്പോൾ നാടൻ കോഴി മേടിക്കുമ്പോൾ നമുക്ക് ആ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ പപ്പ് പറിച്ചെടുത്താൽ മതി. അതിന് പപ്പ് പറിക്കാൻ എളുപ്പമുണ്ട്. ചൂടുവെള്ളം അനത്തുക, ആ ചൂടുവെള്ളത്തിലേക്ക് കോഴീനെ കൊന്നതിന് ശേഷമാണ് പൊക്കി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പപ്പെല്ലാം ഊരിപ്പോകുമ്പോൾ നന്നായിട്ടൊന്ന് ചെറിയൊരു മൂർച്ചയുള്ള കത്തിക്ക് ആ പുറത്തുള്ള തോലൊന്ന് നന്നായിട്ട് നമ്മൾ മീനിൻ്റെ ചെതുമ്പലൊക്കെ കളയുന്ന പോലെ ഒന്ന് ഉരച്ചാൽ മതി. ഉരച്ച് കഴിയുമ്പോൾ നല്ല ക്ലീനായി, നല്ല എന്നതാണ് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ട് സൂട്ട് ഇടാത്ത ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും. ഊരി കഴിയുമ്പം വെളുത്ത് ദാണ്ട പൂങ്കോയുടെ കൂട്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഇരിക്കും നമ്മൾ ഈ കോഴിയുടെ സ്കിന്നോട് കൂടി പപ്പ് പറിച്ച് റിമൂവ് ചെയ്ത് നല്ല ക്ലീനായി കഴിയുമ്പോൾ നല്ല വൃത്തിയാണ്. അതിന് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ ബംഗാളി കട്ട് ചെയ്ത് തരുന്നത് പോലെ കട്ട് ചെയ്ത് ബിരിയാണിക്കോ ഒക്കെ എടുക്കാൻ പറ്റും. അതിന് നമുക്ക് വിവിധ രീതിയിൽ നാടൻ കോഴീനെ കറി വെക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കാം, തേങ്ങ വറുത്തരച്ച് കറി വെക്കാം, തേങ്ങ കൊത്തിയിട്ട് കറി വെക്കാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടുപ്പത്തൊക്കെ വെച്ച് തേങ്ങയും മുളകൊക്കെ വറുത്തരച്ച് കോഴിക്കറി കഴിക്കുന്നതിന് എന്നാ രുചിയാണെന്നറിയാമോ. ഞാനിതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപടി കോഴി ഉണ്ടായിരുന്നു. വർഷങ്ങൾ ഞങ്ങൾ കോഴീനെ കാണാമെന്ന് തോന്നിയാൽ അപ്പോൾ കോഴീനെ കൊല്ലുക, ചക്കപ്പുഴുക്കിൻ്റെ കൂടെ, കള്ളപ്പത്തിൻ്റെ കൂടെയോ ഉണക്കക്കപ്പയുടെ കൂടെയോ. അന്നൊക്കെ കപ്പയും ചക്കയൊക്കെ ഇഷ്ടംപടി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറവൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ നാട്ടുകാർ മേടിക്കാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി പ്രിപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നാടൻ കോഴി കഴിച്ച് പരിചയപ്പെട്ടവർ ഒരിക്കലും പിന്നെ ഈ വളവള ചിക്കൻ, ഞാൻ ഈ വളവള എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും ഗുണവും എല്ലാം ആ സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ വെറുതെ ചവറാണ് മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡിനെ കുറിച്ച് കൂട്ടുകാർക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഇപ്പോൾ സെയിലാകുന്നുണ്ട്, ആൾക്കാരൊക്കെ എൻക്വയറി ചെയ്ത് വന്ന് മേടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകളൊക്കെ പരിമിതമായിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്ക് പിന്നെ ഒരുപാട് ഫുഡിൻ്റെ ആവശ്യമില്ല, മിനിമം ഫുഡുകൾ കൊടുത്താൽ മതി. അതിൻ്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ച് പോകാതെ നിലനിർത്തുന്ന രീതിയിലുള്ള ഫുഡ് കൊടുത്താൽ മതി. അതിന് പച്ചിലകൾ ധാരാളം ഉൾപ്പെടുത്തുക. അപ്പം നല്ല മുട്ട ഉൽപ്പാദനം കിട്ടും, അതിലൂടെ നല്ല വരുമാനം കിട്ടും. മനസ്സിന് നല്ല സന്തോഷമാണ്. നമ്മുടെ കോഴിക്കോട് നോക്കിയാൽ നല്ല വൃത്തിയാണ്. ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ടാണ് ഞാനിതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴിക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന് അവർക്കൊപ്പം ഒരു ദിവസം ചിലവഴിക്കുമ്പോൾ കുറച്ച് സമയം, ഞാൻ അധിക സമയം കോഴിക്കൂട്ടിൽ നിൽക്കാറില്ല. വരുമ്പോൾ തന്നെ നല്ല മാസ്കൊക്കെ വെച്ച് മാസ്കുണ്ട്, ഈ മാസ്കൊക്കെ മുഖത്ത് വെച്ച് പ്രത്യേക ഒരു ഷർട്ടൊക്കെ എനിക്ക് ഉണ്ട്. അപ്പോൾ പ്രത്യേക ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കോഴിക്കൂട്ടിലേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വളരെ സേഫ്റ്റി ആയിട്ടാണ് കോഴിക്കൂട്ടിലായാലും ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കൂടിൻ്റെ പന്തലിൻ്റെയൊക്കെ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് പന്തൽ പാവൽ അധികമില്ല. ഞാനെല്ലാം തൈയെല്ലാം കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജൈവപ്പന്തലും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതിനുള്ളിൽ നമ്മുടെ കോഴിയും നല്ല ആക്റ്റീവായിട്ട് വളരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കോഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള വില വെച്ച് ഞാൻ ജോഡിക്ക് 500 + 500 പിന്നെ കിലോയ്ക്ക് 250 വെച്ചുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരാഴ്ചയോ ഒരു ദിവസം കോഴിയുടെ വില സ്വർണ്ണത്തിനേക്കഴിഞ്ഞും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർണം മേടിച്ച് കഴുത്തയിലിട്ട് ബംഗാളി നമ്മളെ വന്ന് കഴുത്തും കയ്യോ അറുത്ത് കൊല്ലുന്നതിനേക്കഴിഞ്ഞും നല്ലത്, സ്വർണം മേടിക്കുന്നതിനേക്കഴിഞ്ഞും നല്ലത് ഇപ്പോൾ ഒരു 10 കോഴീനെ വീട്ടുമുറ്റത്ത് മേടിച്ച് വളർത്തുന്നതാണ്. അതാകുമ്പോൾ ആരും വന്ന് നമ്മളെ കൊല്ലുകയില്ല, സ്വർണ്ണവും കെട്ടുകൊണ്ട് പോകുന്ന പേടിയും വേണ്ട. പൈസ ആവശ്യ നേരത്ത്
പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലോട്ട് പൈസയും കിട്ടും. അപ്പോൾ പിള്ളേരുടെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. ചുമ്മാ കണ്ടിട്ട് പോകാതെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക. നിങ്ങൾക്ക് അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. പിന്നെ ബാഡ് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും. കാരണം ഞാനിത് എൻ്റെ ചാനൽ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ നല്ല പൈസ മുടക്കിയാണ് മാസം നിലനിർത്തുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ നിലനിർത്തുന്നത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമാണ് എൻ്റെ ചാനലിനകത്തുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ ബാഡ് കമൻ്റ് അടിക്കാൻ വേണ്ടി ആരും ചാനലിനകത്ത് കയറരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു കോഴിയുടെ ഫുഡ് വീഡിയോ ആയിട്ട് എത്താം. പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.